وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. ആയത്ത് 67. വഇദ് ഖാല മൂസാ ലിഖൗമി, മൂസാ നബി തന്റെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു. ഖാലൂ അതത്തഖിദുനാ ഹുസുവാ, അവർ ചോദിച്ചു, താങ്കൾ ഞങ്ങളെ കളിയാക്കുകയാണോ? ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ വിവരം കെട്ടവരിൽ പെടുന്നതിൽ നിന്നും അല്ലാഹുവിൽ അഭയം തേടുന്നു. قالوا ادع لنا ربك يبين لنا ما هي, അവർ ചോദിച്ചു, താങ്കളുടെ രക്ഷിതാവിനോട് താങ്കൾ പ്രാർത്ഥിക്കിൻ, ആ പശു എന്താണെന്ന് അല്ലാഹു വ്യക്തമാക്കി തരുന്നതാണ്. قال إنه يقول إنها بقرة لا فارض ولا بكر, മൂസാ നബി പറഞ്ഞു, അല്ലാഹു അറിയിക്കുന്നു, അത് പ്രായം വളരെ കൂടുകയോ കുറയുകയോ ചെയ്യാത്ത ഒരു പശുവാണ്. അവാനും ബൈന ദാലിക്, മധ്യപ്രായമുള്ള ഒരു പശുവാണ്. ഫഫഅലൂ മാ തുഅ്മറൂൻ, നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്ന കാര്യം നിങ്ങൾ പ്രവർത്തിക്കുക. ഖാലൂ ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ, അവർ പറഞ്ഞു, താങ്കൾ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക, അതിന്റെ നിറമെന്താണെന്ന് പടച്ചവൻ വ്യക്തമാക്കുന്നതാണ്. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫ്റാഉ ഫാഖിഉൽ ലൗനുഹാ, മൂസാ നബി പറഞ്ഞു, അല്ലാഹു അറിയിക്കുന്നു, നല്ല കട്ടിയുള്ള മഞ്ഞ നിറമാകുന്നു അതിൻ്റേത്. തസുറുൻ നാളിരീൻ, കാഴ്ചക്കാരെ സന്തോഷിപ്പിക്കുന്ന മഞ്ഞ നിറമുള്ള പശുവാണത്. ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെയും സമുദായത്തിന്റെയും ഒരു സംഭവം വിവരിക്കുകയാണ്. സമ്പത്തിനോടുള്ള കൊതിയും ആർത്തിയും കാരണം ഒരു വ്യക്തി ഒരു സമ്പന്നനെ വധിക്കുകയുണ്ടായി. എന്നിട്ട് അയാളുടെ മൃതദേഹം
വേറൊരാളുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹമാണെന്ന് സൂചന നൽകി. കൊലയാളി ആരാണ് എന്ന വിഷയത്തിൽ അവർക്കിടയിൽ വലിയ ചർച്ചയായി. അവർ മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിച്ചു. കൊലയാളിയെ കണ്ടെത്താൻ സഹായിക്കണം, അള്ളാഹുവിനോട് ദുആയിരക്കണം. മൂസാ നബി അലൈഹിസ്സലാം ദുആയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു കൽപ്പിക്കുന്നു, ഒരു പശുവിനെ അറക്കുക, എന്നിട്ടതിന്റെ ഒരു അംശം കൊണ്ട് ഈ വധിക്കപ്പെട്ടവനെ അടിക്കുക. അദ്ദേഹം എഴുന്നേറ്റ് ആരാണ് വധിച്ചതെന്ന് അറിയിക്കുന്നതാണ്. ഒരു ഭാഗത്ത് കൊലയാളിയായ വ്യക്തിയും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. മറുഭാഗത്ത് ഇസ്രായേൽ സന്തതികൾക്ക് പശുവിനോട് പ്രത്യേകമായൊരു സ്നേഹവും ബന്ധവുമുണ്ട്. സർവോപരി എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ വലിയ മടിയും അലസതയുമാണ്. ഇത്തരുണത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ നിർദ്ദേശം അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അവർ വല്ലാത്ത ചോദ്യങ്ങളുടെ പരമ്പരകൾ ആരംഭിച്ചു. ആദ്യം പറഞ്ഞു, പശു എങ്ങനെയുള്ള പശുവാണെന്നൊരു വിശദീകരണം വേണം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അറിയിച്ചു, മധ്യമ പ്രായമുള്ള പശുവാണ്. അവർ വീണ്ടും പറഞ്ഞു, ഒന്നും കൂടി വ്യക്തമാക്കണം, അതിന് നിറം എന്താണെന്ന് വ്യക്തമാക്കണം. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചിട്ട് പറഞ്ഞു, അതിന്റെ നിറം കടുത്ത മഞ്ഞയാണ്, എന്നാൽ കാഴ്ചയിൽ സുഖകരമായ നിറവുമാണ്. വീണ്ടും അവർ പറഞ്ഞു, ഒന്നും കൂടി വ്യക്തമാക്കണം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ജോലി ചെയ്ത് പാടുകളില്ലാത്ത നല്ലൊരു പശുവാണ്. അവർ ഈ ചോദ്യത്തിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതിനെ കണ്ടെത്തുന്നതാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ അതിനെ അന്വേഷിച്ച് നടന്നു. വളരെയധികം ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ടു. അവസാനം ഒരു യതീമായ കുട്ടി, ഉമ്മായിക്ക് ഗുണം ചെയ്തിരുന്നൊരു കുട്ടിയുടെ അരികിൽ ഇതിനെ എത്തിച്ചു. അദ്ദേഹം ആ പശുവിനെ അറുത്ത് അതിന്റെ തോലിൽ സ്വർണ്ണ നാണയങ്ങൾ ഒരുമിച്ച് കൂട്ടി കൂനയായി ആക്കി തന്നാൽ പശുവിനെ തരാമെന്ന് പറഞ്ഞു. അവർ നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ ചെയ്തു. ആ പശുവിനെ അറുത്തു. അതിന്റെ സ്വർണ്ണ നാണയങ്ങൾ വ്യക്തിക്ക് കൊടുത്തു. എന്നിട്ട് അതിന്റെ അംശം കൊണ്ട് കൊല്ലപ്പെട്ട വ്യക്തിയെ അടിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം ഇടയിൽ പങ്കെടുത്തിരുന്ന വ്യക്തി തന്നെയാണ് തന്നെ വധിച്ചതെന്ന് പറഞ്ഞതിനു ശേഷം വീണ്ടും മരിക്കുകയുണ്ടായി. സമ്പത്തിനു വേണ്ടി കൊല നടത്തിയ വ്യക്തിക്ക് അദ്ദേഹത്തിന് അനന്തര സ്വത്തിൽ നിന്ന് ഒന്നും ലഭിച്ചതുമില്ല. കഠിനമായ ശിക്ഷ അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ഈ സംഭവത്തെപ്പറ്റിയുള്ള വിവരണമാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്നത്. സംഭവത്തിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ: وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً. സമ്പത്തിനോടുള്ള ആർത്തിയും മോഹവും മനുഷ്യനെ കൊണ്ട് പല അരുതായ്മകളും ചെയ്യിപ്പിക്കും. പടച്ചവനോടുള്ള കടമകളിൽ വീഴ്ച വരുത്തുന്നതിന്റെ പ്രധാനപ്പെട്ടൊരു കാരണം സൃഷ്ടികളോടുള്ള അക്രമങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്നൊരു കാര്യം
സമ്പത്തിനോടുള്ള അമിതമായ സ്നേഹമാണ്. സമ്പത്തിനോടുള്ള സ്നേഹം കുറച്ച് പടച്ചവനോടുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കാനാണ് നിസ്കാരവും സക്കാത്തും അല്ലാഹു വെച്ചിരിക്കുന്നത്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് ന്യായം കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ ന്യായം കണ്ടെത്തണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. ഒന്ന് ശരിയാണ്, അല്ലാഹുവിന്റെ കൽപ്പനകളുടെ പിന്നിൽ വലിയ ന്യായങ്ങളും തത്വങ്ങളുമുണ്ട്. ഇവിടെ വലിയൊരു ന്യായം അവരുടെ മനസ്സിൽ നിന്നും പശുവിനോടുള്ള ബന്ധത്തെ അറുത്തുമുറിച്ചു മാറ്റലാണ്. ഒരു തിന്മ നമ്മൾ പ്രവർത്തിച്ചാൽ ആ തിന്മയ്ക്ക് നേരെ എതിരായ നന്മ പ്രവർത്തിക്കണം. അതിലൂടെ ആ തിന്മയുടെ അംശങ്ങൾ പരിപൂർണമായി ഇല്ലാതാകുന്നതാണ്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹൂ ബഖറ ഖാലൂ അതത്തഖിദുനാ ഹുസുവ. അവർ ചോദിച്ചു, താങ്കൾ ഞങ്ങളെ കളിയാക്കുകയാണോ? ഒരു വ്യക്തിയുടെ ഘാതകനെ കണ്ടെത്താൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു, അപ്പോൾ വേറൊരു ജീവിയെ കൊല്ലാൻ താങ്കൾ പറയുകയാണോ? قال أعوذ بالله أن أكون من الجاهلين. മതപരമായ കാര്യങ്ങളിൽ, ഗൗരവമായ വിഷയങ്ങളിൽ കളിയും തമാശയും കാണിക്കുന്നത് വിവരക്കേടിന്റെ അടയാളമാണ്. എന്നിൽ നിന്നും അങ്ങനെയുള്ള വിവരക്കേട് സംഭവിക്കുകയില്ല. ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. ഞാൻ ഒരിക്കലും വിവരക്കേട് കാണിക്കുന്നതല്ല. قالوا ادع لنا ربك يبين لنا ما هي. ചോദ്യങ്ങൾ പല രീതിയിലുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് സംശയങ്ങൾ ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ഒരിക്കലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്നൊരു വിരട്ടൽ നാം സ്വീകരിക്കരുത്. ന്യായമായ ചോദ്യങ്ങൾ ന്യായമായ നിലയിൽ ചോദിക്കാം. പക്ഷേ വേറെ രണ്ട് ചോദ്യമുണ്ട്. ഒരു വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി, അല്ലെങ്കിൽ അനാവശ്യ സംശയത്തിന്റെയും ഓവർ സൂക്ഷ്മതയുടെയും പേരിലുള്ള ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങൾ പാടില്ലാത്തതാണ്. ഒളിച്ചോടാൻ വേണ്ടിയുള്ള ചോദ്യത്തിന് അലസതയെന്ന് പറയും. അനാവശ്യ ചോദ്യങ്ങൾക്ക് വസ്വാസ്, ദുർബോധനങ്ങൾ എന്ന് പറയും. ഇത് മനുഷ്യനെ കൂടുതൽ കുഴപ്പത്തിലെത്തിക്കും, പ്രത്യേകിച്ചും അനാവശ്യമായ ചോദ്യങ്ങൾ. ഫഫഅലൂ മാ തുഅ്മറൂൻ. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, പറയപ്പെട്ട കാര്യം നിങ്ങൾ പ്രവർത്തിക്കൻ. അനാവശ്യമായി ചോദിച്ച് വിഷയം കൂടുതൽ ഗുരുതരമാക്കാതിരിക്കാൻ. എന്താണെങ്കിലും നിങ്ങൾ പശുവിനെ അറുത്തേ പറ്റൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ പറയുന്ന കാര്യം ചെയ്യൻ. ഫഫഅലൂ മാ തുഅ്മറൂൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, നിങ്ങളോട് വല്ലതും കൽപ്പിക്കപ്പെട്ടാൽ കഴിവിന്റെ പരമാവധി നല്ല നിലയിൽ നിങ്ങൾ ചെയ്യുക. അനാവശ്യമായ ചോദ്യങ്ങൾ നടത്തി നിങ്ങൾ അതിനെ കടുപ്പമുള്ളതാക്കരുത്. ആരെങ്കിലും ദീനിൽ കടുപ്പം കാണിച്ചാൽ ഒരിക്കലും അവന് വിജയിക്കാൻ സാധിക്കുന്നതല്ല. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. ആദ്യത്തെ ചോദ്യം അനാവശ്യ സംശയം. രണ്ടാമത്തെ ചോദ്യം കൂടുതൽ അനാവശ്യമായ സംശയം. അതിന് നിറം ചോദിക്കുകയുണ്ടായി. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിറം ഇന്നതാണ്, മഞ്ഞ നിറമായിരിക്കും, കാണുന്നവർക്ക് നല്ല രസവും അനുഭവപ്പെടും.
അള്ളാഹു ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കുന്നതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.